എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ടോപ്പ് സിംഗർ ടീം ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, പാട്ടൊക്കെ കേൾക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുപേരെ വെൽക്കം ചെയ്യണ്ടേ. നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട MJ അങ്കിളിനെ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. മധു അങ്കിൾ വെൽക്കം. ഒരു സൂപ്പർ മെലഡി റൗണ്ടാണ്. നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ വരാൻ പോവാണ്. നമ്മൾ പറഞ്ഞില്ലേ ആരായിരുന്നു? ഫ്രസഹോ. ആ ഫ്രസഹോയിലെ ഫ്രസഹോയിലെ ഒരു അംഗമാണ് വരാൻ പോകുന്നത്, നമ്മുടെ ജനീലിയ കുട്ടി. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ഫ്രസഹോ. എന്ത് പറയുന്നത്? നല്ല വിശേഷം. തിളങ്ങുന്നു ജനീലിയ കുട്ടി. നല്ല എന്ത് വിശേഷം? ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ. ബ്രേക്ക് നല്ലതല്ല, ബ്രേക്ക് നല്ലതാ. ബ്രേക്കിന്റെ സമയത്ത് ഞങ്ങള് ജസ്റ്റ് ഓർത്തായിരുന്നു, ജസ്റ്റ് ഒന്ന് അബുദാബി പോയിട്ട് വേണമെങ്കിൽ വരാന്ന്. പക്ഷേ വേണ്ടെന്ന് വെച്ചു. വീട്ടിൽ തന്നെ ആയിരുന്നു, എങ്ങും പോയില്ല. ഇല്ല, ഷവർമ കഴിച്ചില്ല. സങ്കടം. അതിനു വേണ്ടിട്ടാണ് അബുദാബി പോണ എപ്പോഴും. അല്ലാതെ വീടും അമ്മേനൊന്നും കാണാനില്ല. അമ്മ കാണും, വന്നിട്ട് ഷവർമ കഴിക്കും. ഞാന് തിരുവനന്തപുരത്ത് വഴുതക്കാട് തൊട്ട് തമ്മാനൂർ വരെ പോകുന്ന പോലെയാണ് നമ്മുടെ ജനീലിയ കുട്ടി ഇവിടെ നിന്ന് അബുദാബിക്ക് പോകുന്നത്. നമ്മുടെ സൗദി കുട്ടി എന്ന് പറയുന്നു. സൗദി കുട്ടി നല്ല വിശേഷം തന്നെ. സുഖമായിരിക്കുന്നു. പ്രസഹോ അന്വേഷിച്ചോ? ഡ്യുവറ്റ് കഴിഞ്ഞിട്ട് അടികൂടിയോ? കഴിയുന്നതിന് മുന്നേ തല്ലുകൂടിയിട്ടാ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങള് രണ്ടും പാവയുണ്ടങ്ങനെ. ആര് പാവം? ഇവിടെ 3 പേരിൽ ആരാ പാവം? അത് അല്ല, ഒരാളെ സത്യസന്ധമായിട്ട് പറയണം. അയ്യോ, മധുചേട്ടനല്ല ഇങ്ങനെയോ നോക്കണേ. മധു അല്ല, ഞാൻ എന്നെ കൂട്ടിയിട്ടില്ല ആ ഭാഗത്തേക്ക്. ആരും പാവല്ലേ? നിങ്ങൾ ആരും പാവല്ല. അല്ല, ആര്യ ചേച്ചി പാവാണ്. ആര്യ ചേച്ചി കുറച്ച് പാവാണെന്ന് തോന്നണോ? കണ്ടിട്ട് തോന്നുന്നു. എല്ലാരും പാവ, സംശയമില്ല. കറക്റ്റാണ്. ഓക്കെ, അപ്പൊ പാട്ട് ഏതാണ്? പീലിയേഴും വീശി. വാട്ട് എ സോങ്, വാട്ട് എ മെലഡി. ഡീറ്റെയിൽസ് പറയട്ടെ. ലിറിക്സ് ബിച്ചു തിരുമല സർ, മ്യൂസിക് കണ്ണൂർ രാജൻ സർ, സിനിമ പൂവിന് പുതിയ പൂന്തന്നൽ, വർഷം 1986, പാടിയത് ചിത്രമ്മയും യേശുദാസ് സാറും. അടിപൊളി സോങ് ആണ്, നന്നായി പാടണേ. റെഡിയല്ലേ? ഓൾ ദി ബെസ്റ്റ്. യെസ്, റെഡി. മൈക്ക് എങ്ങനെ പിടിക്കണം അറിയാമോ? ഇങ്ങനെ. പൂവിന് പുതിയ പൂന്തന്നൽ ആ സിനിമയല്ലേ, വളരെ പ്രത്യേകതകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫാസിൽ സാറാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 6ഓളം ലാംഗ്വേജസിൽ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശി അതുപോലെ സിൻഹളീസ് ലാംഗ്വേജിലും ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മലയാളം മൂവിയാണ് അങ്ങനെ ഇറങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. അതുപോലെ ഫാസിൽ സാറിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ വർഷം തന്നെ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഇതിന് രണ്ടിനുമാണ് ഫാസിൽ സാറിന് അവാർഡ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ്, അതിലെ പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വരവന്നങ്ങൾ
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. എറണാകുളം ശിവശങ്കരൻ, നീഹാര, എന്തോ അനശ്വര. എന്തോ ആ നന്നായിരുന്നു കേട്ടോ. വെരി നൈസ്. താങ്ക് യു സർ. ശിവശങ്കര, മധുചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുംബൈയിൽ നിന്ന് സ്വീറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. സ്വീറ്റ്സ് അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും അവസാനം നോക്കിയപ്പോ കൊണ്ടുവരാം. കണ്ടില്ല ആളെ. അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടുവരും. അതിന് അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നാ പോരാ, എല്ലാ പ്രാവശ്യം കൊണ്ടുവരണം. ഓക്കെ പ്രോമിസ് ആണ്. പ്രോമിസ്. പ്രോമിസ്. പക്ഷെ കഴിഞ്ഞ ഷെഡ്യൂളിലേ ആർക്കൊക്കെയോ കൊടുത്ത കുറച്ച് സ്വീറ്റ്സിന്റെ കുറച്ച് അംശം എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിട്ടോ, എനിക്ക് കിട്ടിയിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ പാടിയത് ഗംഭീരം കേട്ടോ. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ജനീലിയ കുട്ടി എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല സെലക്ഷൻ ആണ്. ഇത് പാടിപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും ചിത്ര ചേച്ചി, അതായത് ചിത്ര ചേച്ചിയുടെ കൂടെ എനിക്ക് പാടാൻ ഒരു ഭാഗ്യം കിട്ടി. പാട്ട് ആ പാട്ടോടെ വന്ന് പാടിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. അപ്പൊ എനിക്ക് പല ഭാഗങ്ങളും മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മൈക്ക് ഇന്നിപ്പോ എങ്ങനെയാ പിടിച്ചത്? പറഞ്ഞ പോലെ തന്നെയല്ലേ? അതിന്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് ബൂമിങ് കുറച്ച് കുറഞ്ഞു അല്ലേ? അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ അത് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. പിന്നെ ആദ്യത്തെ വർണ്ണങ്ങൾ അതെങ്ങനെയായിരുന്നു? ആയിരം വരവർണ്ണങ്ങൾ ആയിരം. അത് ആദ്യത്തേല് ഫസ്റ്റ് പലവില് കുറച്ചൊന്ന് സ്ലിപ്പായി. പക്ഷെ പിന്നീട് വന്നപ്പോ അത് കറക്റ്റ് ആയി. പിന്നീട് വന്ന ഭാഗത്തൊക്കെ അത് ഓക്കെ ആയി കേട്ടോ. പിന്നെ മാധവം മദനോത്സവം, അതിന്റെ സംഗതി മാധവം 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 മദനോത്സവം മദനോത്സവം. മദനോത്സവം. അതെ, അതാണ്. ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കാലികം ക്ഷണഭങ്കുരം എന്നുള്ള ബേസ് നോട്ട് അതിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒന്ന് പാടിയ കാലികം ക്ഷണഭങ്കുരം ഭങ്കുരം ഭങ്കുരം ജീവിതം ജീവിതം മരുഭൂ. അതും കൂടി മരുഭൂജലം. ഇപ്പൊ പാടിയപ്പോ ഏകദേശം അത് ശരിയായി. ടേക്കില് അത് സ്ലിപ്പായി. പിന്നെ രണ്ടാമത്തെ കാലികവും അതുപോലെ തന്നെ. ചരണത്തിലെ ഭൂരിഭാഗവും നന്നായി. ഇതൊക്കെയാണ് കുറച്ച് ശരിയാക്കാനുള്ളത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഭൂരിഭാഗം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് ജനീലിയ കുട്ടിക്ക് പ്രസഹോയ്ക്ക് പാടാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ, നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. സെൽഫ് അനാലിസിസ് എന്ന് പറയും അല്ലേ? ഇപ്പൊ ഞാനൊരു പാട്ട് പാടുമ്പോഴത്തേക്കും എന്റെ സ്ട്രെങ്സിനെയും എന്റെ വീക്ക്നെസ്സസിനെയും ഞാൻ തിരിച്ചറിയും. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും. എന്നിട്ടാണ് ഞാനൊരു സോങ് സെലക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ പാട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. യെസ്. അത് പാടിയിരിക്കുന്ന ചിത്ര ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം വേണം. ദാസേട്ടനും ഇതുപോലെ വേറെ ആർക്കും അതിനെ തൊടാൻ പോലും പറ്റില്ല. അതെ, ആ രീതിയിലാണ് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത്. നമ്മളൊക്കെ ചേച്ചി പാടിയ അല്ലെങ്കിൽ ദാസാർ പാടിയ അല്ലെങ്കിൽ ഹരിഹരൻ സാർ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ ശ്രമിക്കുന്നു, നമ്മൾ പാടാൻ ശ്രമിക്കുന്നു നമ്മുടെ ഓൺ സ്റ്റൈൽ, ഓൺ രീതിയിൽ. അവരെ പോലെ പാടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല, അത് പറ്റുകയുമില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പാട്ടിന്റെ സെലക്ഷൻ ജനീലിയ എടുത്തിരിക്കുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ അത്തരം സംഗതികളുണ്ട്. അപ്പൊ ജനീലിയയുടെ ഒരു ശാരീരം, അതായത് വോക്കൽ രീതികൾ അനുസരിച്ച് അത്തരം സംഗതികൾ പാടാനല്ല ഒരുപക്ഷെ ജനീലിയയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മുടെ സ്ട്രെങ്തിനനുസരിച്ച് നമ്മൾ കളിക്കണം എന്നുള്ളതല്ലേ. ഇപ്പൊ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഏത് ഒരു ഗെയിമിലാണ് കളിക്കാര് അവരുടെ സ്ട്രെങ്തിനാണ് അവർ പ്ലേ ചെയ്യുക. അപ്പോഴാണ് അത് ഗംഭീരാവുക. അപ്പൊ നമുക്ക് സർട്ടൺ ജനസുകൾ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. ജനീലിയക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. അത്തരം പാട്ടുകൾ പാടിയാൽ അത് ഗംഭീരമായിരിക്കും, ഇവിടെ മധുരമഴയും പെയ്യും. പക്ഷെ ഈ പാട്ട് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മൈക്രോ സംഗതികളുണ്ട്. അത് എനിക്ക് എപ്പോഴും തോന്നും കണ്ണൂർ രാജൻ സാർ ഒരു മോസ്റ്റ് അണ്ടർ റേറ്റഡ് മ്യൂസിക് കമ്പോസർ. ശരിക്കും അദ്ദേഹം ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറാണ്, ഗ്രേറ്റ് ട്യൂൺ സ്മിത്ത് ആണ്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഈണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു പാട്ട് ഞാൻ മറന്നുപോയി, അത് ഏത് പാട്ടാണെന്ന്, അതിൽ 12 സ്വരങ്ങളുണ്ട്. അപ്പൊ അത് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വന്ന ഈണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കണ്ണൂർ രാജൻ സാറിന്റെ പാട്ടുകൾ പാടുന്നത് ഒട്ടും ഈസി അല്ല. ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റല്ലേ? ചിത്രം. അതെ, ചിത്രമൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വെച്ച് കുറച്ച് സിംപ്ലർ സിംപ്ലർ വേർഷൻ. ബാക്കിയെല്ലാം ഇങ്ങനത്തെ കിരിപിരി സംഗതി എന്ന് പറയുന്നത്. എന്താണ് കിരിപിരി? ഈ കിരിപിരി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് പിരികിരിയായി പോകും, അത് കറക്റ്റായിട്ട് പാടിയില്ലെങ്കിൽ. അപ്പൊ അതാണ് ഇതില് സംഭവിച്ചത്. ഇപ്പൊ സ്വരരാഗമാം മയൂരമേ എന്ന് അതെങ്ങനെ പാടിയ
സ്വരരാഗമയൂര മാം 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 ഥ ദ ആ ഥ ദ അത് അങ്ങനെ അവിടെ പോലും ചെറിയ സംഭവമുണ്ട്. മധു പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അതുപോലെ വേറെയും പല കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, കാരണം ഒരു ദിവസം എടുക്കും. അപ്പൊ അത് വേണ്ട കുഞ്ഞെ. ഇതൊക്കെ കുറ്റം കണ്ടുപിടിച്ചോണ്ട് പറയുന്നതല്ല. ഇതെന്താ പറയുന്ന പറഞ്ഞാ ഒരു ലോങ് ജേർണി അല്ലേ നമുക്ക് മുന്നോട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്ട്രെങ്സ് അനുസരിച്ച് നമ്മള് കറക്റ്റ് ആയിട്ട് സോങ് സെലക്ഷൻ കൊണ്ടുവരണം എന്ന് പറയാനാണ് ഇത്രയും വലിയ ഒരു സോദാഹരണ പ്രഭാഷണം നടത്തിയത് കേട്ടോ. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് നല്ല ഗ്രൂമിങ് കിട്ടി, നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് ഇവിടുന്ന് സീസൺ കഴിഞ്ഞ് പുറത്തു പോകുന്ന പലരും വേറെ പല ചാനലുകളിലും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അവര് പലരും വിജയിക്കുന്നുണ്ട്. ഇവിടുന്ന് കിട്ടിയ കോൺഫിഡൻസും ഇവിടുന്ന് കിട്ടിയ കുറെ ടിപ്സും ഗ്രൂമിങ്ങിൽ കിട്ടിയ പല കാര്യങ്ങളും അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ പല ചാനലുകളിലും 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പോയ കുട്ടികൾ കേട്ടോ. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നതൊക്കെ നിങ്ങൾക്കൊരു ഓരോ പാഠങ്ങളാണ് ഭാവിയിലേക്കുള്ള. നമ്മൾ ഈ തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ വഴികാട്ടി അതിലേക്ക് വിടുന്നതാണ്. അത് വിചാരിച്ചാൽ മതി. ഓക്കെ. ജനീലെ കുട്ടി, ശരിക്കും ഇതിന്റെ കുഞ്ഞു സാധനങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ 2 അക്ഷരം വരുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ശരിക്കും. പീലി, ഏഴും, വീശി, വാ, സ്വര, രാഗ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓരോ അക്ഷരം കഴിഞ്ഞാലും ഒരു 2 അക്ഷരം വെച്ചിട്ട് ഒരു ആവറേജ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാത്തിലും എന്തെങ്കിലും ഒരു കുഞ്ഞു 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 സാധനം കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ടഫുമാണ് കേട്ടോ പാടാൻ വേണ്ടിയിട്ട്. ആ അറ്റംപ്റ്റിന് എന്തായാലും നല്ലൊരു കയ്യടി തരുന്നുണ്ട്. ഓക്കെ, മിടുക്കി കുട്ടിയാണ്. എനിക്ക് കൂടുതലും കോമൺ ആയിട്ട് എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ ആ പ്രൊനൗൺസ് ചെയ്യുമ്പം ആയിപ്പോണ്ട് പല സ്ഥലത്തും. ആ അകാരം കറക്റ്റായിട്ടൊന്ന് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നി. അപ്പം പല വേർഡ്സും ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ കുറെ നേരത്തെ മധുചേട്ടൻ പറഞ്ഞതുകൊണ്ട് മൈക്ക് കുറച്ച് ദൂരെ പിടിച്ചതുകൊണ്ട് ആ ബൂമിങ് കുറവുണ്ട്. പക്ഷെ ആ അകാരത്തിലുള്ള ഒരു ക്ലാരിറ്റി, ഇപ്പം മാധവം, മാധവം, പിന്നെ അതുപോലെ മദനോത്സവം, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ടോട്ടാലിറ്റി പറയാണ്. അപ്പൊ അതൊക്കെയാണ് ജനീലി കുട്ടി. നമുക്ക് സ്കോറിലേക്ക് കടക്കാം. അപ്പൊ ഓക്കെ, ജനീലെ കുട്ടി, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അടുത്ത പ്രാവശ്യം വരുമ്പം ഓരോ പോയിന്റും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ഉള്ള സോങ്സ് സെലക്ട് ചെയ്യണം. ഓക്കെ, പ്രോമിസ്? പ്രോമിസ്. അപ്പൊ ഇന്നത്തെ ജനീലെ കുട്ടിയുടെ സ്കോർ ഇസ് 95.75 out of 100. ജനീലിയ കുട്ടി, എന്തോ? അപ്പൊ അടുത്ത വരവിന് നമ്മളൊരു കംബാക്ക് കാണാൻ പോവാണ് അല്ലേ? ഉറപ്പല്ലേ? കോൺഫിഡന്റ് അല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. നമ്മുടെ ടോപ്പ് സിംഗറില് ഗോൾഡൻ ടിക്കറ്റ് വഴി വന്ന 2 സ്പെഷ്യൽ സ്റ്റാർസ് ഉണ്ട് നമുക്ക്. ആ 2 വൈൽഡ് കാർഡ് എൻട്രി. അതെ, വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന 2 പേര് ഇന്ന് ഒന്നിച്ച് പെർഫോം ചെയ്യാൻ പോവാണ് ഡിബേറ്റ് റൗണ്ടില്. സ്പെഷ്യൽ അല്ലേ? അതെ, അവരിങ്ങനെ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ പാടി തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാ പാടുന്നത്. അതെ, അങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവർ ഒന്നിച്ച് പാടുമ്പം നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഗൗരി നന്ദ ആൻഡ് ആവണി. യെസ്, വെൽക്കം ആവണി കുട്ടി ആൻഡ് ഗൗരി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഭയങ്കര ഉന്മേഷാണ് രണ്ടുപേർക്കും. അതെ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും പാവാടയും ബ്ലൗസ് ആണല്ലോ. അതെ അതെ അതെ. വെരി കളർഫുൾ, ഭയങ്കര എലഗന്റ്, ലുക്കിംഗ് ഗ്രേറ്റ്. ഇനി എന്തൊക്കെ വേണോ? ഇനി പൊക്കണോ? അപ്പൊ നമുക്കെന്നാ ഏത് പാട്ടാ പറഞ്ഞേ? ആഹാ, MJ അങ്കിളുടെ പാട്ട്. ബാക്കി ഡീറ്റെയിൽസ്. മൂവി ബനാറസ്, ഇയർ 2009, മ്യൂസിക് MJ ചന്ദ്രൻ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ശ്വേത ചേച്ചി, വിജയ് സാർ. ഇത് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പറയാൻ? ചുമ്മാ അങ്ങനെ പറഞ്ഞതാണല്ലേ? ആണോ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് വന്നോണോ? പക്ഷെ പ്രാക്ടീസ് ചെയ്ത പോലെ എത്രയോ തവണ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന പോലെ ഉണ്ടായിരുന്നു അത് തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്. പാടണം. ഓക്കെ.
ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും all the best. താങ്ക് യു. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. താങ്ക് യു. മിടുക്കികളെ, എന്തോ നിങ്ങളുടെ എന്താ പറയാ ഗിഗിൾസ് എന്ന് പറയും അതെ. ഇംഗ്ലീഷിൽ. അതിനെന്താ മലയാളത്തിൽ പറയാ ഗിഗിൾസിന്? ഇക്കിളി ചിരി, ആ ഒരു ചിരി ഇല്ലേ, കൊഞ്ചലുകൾ. കൊഞ്ചൽ ചിരി. കൊഞ്ചൽ. ഭയങ്കര രസാ കേക്കാൻ. അത് ഈ കൊലുസ് ഇങ്ങനെ കിളിക്കണ പോലത്തെ ഒരു ശബ്ദം, ഇങ്ങനെ രണ്ടുപേരും ശബ്ദം കിരികിരിന്ന് കേൾക്കുക ഭയങ്കര രസമാണ്. അത് ഈ പാട്ടില് കുറച്ചും കൂടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടായതുകൊണ്ടേ ഭയങ്കര ക്യൂട്ടായിരുന്നു കേൾക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും പാടുന്നത്. എന്റെ ഫേവറേറ്റ് പാട്ടാണ്, ഭയങ്കര രസമാണ്. എം ജെ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. അല്ലേ? താങ്ക് യു ചേട്ടാ, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. മെയിനായിട്ട് എനിക്ക് പ്രൊനൗൺസിയേഷന്റെ സാധനങ്ങളൊക്കെയാണ് തോന്നിയത്, എസ്പെഷ്യലി ഗൗരിക്കുട്ടിയുടെ പ്രൊനൗൺസ് ചെയ്യുന്ന, ഇപ്പം തരാം എന്ന് പറയുന്ന ഭാഗം,
കുട നിവർത്തണ താരടി നര പാടിയത് രണ്ടുപേരും പാടിയിട്ടുണ്ട് ആ, okay. ലാസ്റ്റ് പല. അപ്പൊ ആ സൗണ്ട് വരുമ്പം കുറച്ചൊരു പോലെ ആയിപ്പോണ്ട്. 1-2 സ്ഥലത്ത് ഇങ്ങനെ ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. മഞ്ഞളരച്ചു തരാം എന്ന് പറയുന്ന ആ ഭാഗം, കല്യാണം കൂടാനായി എന്ന് പറഞ്ഞ ഭാഗം, അതൊക്കെ എനിക്കൊന്ന് മധുചേട്ടന് അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇതിന്റെ ശരിക്കും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ കുട്ടൻചേട്ടൻ തന്നെയാണ് അതാണ് കേട്ടോ. കാരണം അദ്ദേഹമാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. യെസ്. Yes. ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നന്നായും പാടിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുന്നോളം കുമ്പാളയിൽ അതിന്റെ ആ സംഗതി അതൊന്ന് പാടാമോ? കൂവരങ്കിളി പൈതലി കുണുക്കു ചിമ്പകത്തീൻ തരാം, കുന്നോളം കുമ്പാളിയിൽ മഞ്ഞളരച്ചു തരാം, കുമ്പാളയിൽ കുമ്പാളിയിൽ. കണ്ട ലിയൽ എന്ന് പറയുന്ന പോലെ കുമ്പാളയിൽ അതിന്റെ സംഗതി, ആ സംഗതിയുടെ ഫിനിഷിംഗ് വേണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുന്നോളം കുമ്പാളിയിൽ കുമ്പാളയിൽ കുമ്പാളിയിൽ. അതെ, ആ, യെസ്, അത് yes. വരണം. അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ മോള് പാടിയ മുത്താരം കുന്നും മേൽ മാമഴ അതും കുറച്ച് ഷോർട്ടാണ്. ഷോർട്ടാണ്, ശരിയാക്കാൻ. മേൽ മുത്താരം കുന്നും മേൽ മുത്താരം കുന്നും മേൽ മാമഴ മുത്തണടി. അതെ, പിന്നെ വോയിസിന് കുറച്ചും കൂടി ഒന്ന് മോഡുലേഷൻസ് കൊടുക്കാം അവിടെ. മാമഴ മുത്തണടി, ഒരു ഹസ്കി സ്റ്റൈലൊക്കെ. മാമഴ മുത്തണടി. അതാണ് എനിക്ക് പല്ലവിയിൽ കിട്ടിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു പല്ലവി. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശരിയാക്കിയ ഒന്നുകൂടി കേൾക്കാൻ നല്ലതായിരിക്കും. പൊന്നാര്യൻ ആരാ പാടി? പാടി. പൊന്നാരൻ പൊന്നാര്യൻ പൊന്നാരൻ കൊയ്യുമ്പം കൊയ്യുമ്പം കൊയ്യുമ്പം. അത് പാടിയിട്ടില്ല. ഇനി ഇദ്ദേഹം വെള്ളാരം ആ കട്ടിങ് വേണം, ആ കട്ടിങ് കേൾക്കണം. വെള്ളാരം Yes. കല്ലിന്മേൽ 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 വെള്ളി നീലാവില്ലേ. വെള്ളി നീലാവില്ലേ അവിടെയും കുറച്ച് റിലാക്സ് ചെയ്യണം. വെള്ളി നീലാവില്ലേ. വെള്ളി നീലാവില്ലേ. ആ, ബെറ്റർ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, എനിക്ക് എല്ലാം കൂടി പറയാൻ പറ്റില്ല. ബാക്കിയുള്ള പല സ്ഥലങ്ങളും ഗൗരിക്ക് പ്രശ്നം ഉണ്ടായെങ്കിലും ഈ കൂടാരം 3 കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. അത് കറക്റ്റ് ആയിട്ട് പാടി. അതെങ്ങനെ വന്നു? കൊറേ നോക്കി കൊറേ പാടി നടന്ന അതന്നെയാണ്. ആണല്ലേ? ആ, അപ്പൊ ബാക്കിയുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ സംഗതികളാണ് ഗൗരിക്ക് പ്രശ്നമായത്. ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സംഗതി ഈസി ആയിട്ട് വന്നു. ടോട്ടലായിട്ട് കേൾക്കാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ട്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് എൻ്റെ സജഷൻ ആദ്യം പറയാനാണ്. ഏതൊരു ആർട്ടിസ്റ്റിനും ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ വെച്ചാൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. യെസ്. അത് മനസ്സിലായാൽ മാത്രമേ ആ ഡീറ്റെയിലോട്ട് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂ. മനസ്സിലാവാതെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പാട്ടുകളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 50 പ്രാവശ്യമെങ്കിലും കേൾക്കും. ഞാൻ ആ കൗണ്ട് പറയല്ല, ഒരു 50 പ്രാവശ്യമെങ്കിലും വെറുതെ കേൾക്കും. അപ്പോഴും മാത്രമാണ് നമ്മൾ ഏകദേശം പാട്ടുമായിട്ട് നമുക്കൊരു കൂട്ടുണ്ടാവുന്നത്. അങ്ങനെ കൂട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു 50 പ്രാവശ്യം, അടുത്ത 50 പ്രാവശ്യം എന്താ വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഒരു റൂട്ട് മാപ്പ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ പാട്ടിൻ്റെ കൂട്ടിൽ നമ്മളും കൂടെ കുറച്ചും കൂടെ ആ കൂട്ടിൽ ഇരിക്കാൻ തുടങ്ങും. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ പാടി നോക്കും. അതൊരു 50 പ്രാവശ്യം. അപ്പോൾ ഇപ്പം എത്ര പ്രാവശ്യമായി? 150 ആയിക്കഴിഞ്ഞു. സെഞ്ചുറി ഒക്കെ കഴിഞ്ഞ് 150 ആ. എന്നിട്ടും കൂവരങ്കിളിയുടെ കൂട്ടിലെത്തിയിട്ടില്ല. പിന്നെ ഞാൻ 50 പ്രാവശ്യം തനിച്ച് പാടി നോക്കും. എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അയ്യോ, ഇതിൽ പാടിയതിൽ കുറേ അധികം കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് മനസ്സിലാവും. അപ്പം മുതലാണ് നമ്മൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ തുടങ്ങുന്നത്. അടുത്ത സ്റ്റേജ് ഒരു 25 പ്രാവശ്യം കൂടെ ഒന്നുകൂടെ പാടി നോക്കും. അപ്പൊ 250 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റേജിൽ പാടാൻ റെഡി ആയിരിക്കും. ഓക്കെ, ഇനി മുതലുള്ള പാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഈ 250 പ്രാവശ്യം ഒന്നും ഇല്ലെങ്കിലും കുറെ പ്രാവശ്യം നമ്മൾ ഈ പ്രോസസ്സിലൂടെ നമ്മൾ പോകണം. അപ്പൊ ഞാൻ അത്ര എഫേർട്ട് ഇടാറുണ്ട് ഞാൻ ശരിക്കും പാടുന്നതാണെങ്കിൽ. ഇത്രയും പറയാൻ കാരണം ആസ് മ്യൂസിക് കമ്പോസർ ഓഫ് ദിസ് സോങ് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അത് മനസ്സിലായി വരുന്നേ ഉള്ളൂ. അപ്പൊ കൂടുതൽ കേൾക്കുക, കൂടുതൽ അറിയുക, അങ്ങനെ വളർന്നു വരിക മക്കളെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് പിന്നെ പറയാനുള്ളത് ഗിരീഷ് ഏട്ടനെ പറ്റിയാണ്. ഗിരീഷ് ഏട്ടനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കാരണം ഗിരീഷ് ഏട്ടനാണ്. ഗിരീഷ് ഏട്ടൻ്റെ ഒരു വാക്കിലാണ് ഞാൻ സിനിമയിൽ സംഗീത സംവിധായകനാകുന്നത്. പിന്നെ ബനാറസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ നേമം പുഷ്പരാജേട്ടനെ ഓർക്കുന്നു. അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ MR നായർ സാറിനെയും ഓർക്കുന്നു. ഇതിലെ മധുരം ഗായതി മീര എന്ന് പറഞ്ഞ പാട്ടും
അതുപോലെ ചാന്ത് തൊട്ടില്ലേ എന്നുള്ള പാട്ടുമാണ് ഞാൻ ശ്രേയ ഘോഷലായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന 2 സോങ്സ്. അപ്പോൾ ആ രീതിയിലും ഈ സിനിമ എനിക്ക് എൻ്റെ കരിയറിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ പാട്ടെടുത്തതിന് താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് കുറച്ച് കുറവാണ്. അപ്പൊ ആവണിക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 95.75, ഗൗരിക്കുട്ടിക്ക് 95.5 ഔട്ട് ഓഫ് 100. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാട്ടൊക്കെ കേട്ടിട്ട് വരണം കേട്ടോ അടുത്ത പ്രാവശ്യം. മിനുകൂട്ടാ, എന്തോ ഈ എപ്പിസോഡിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്റെയും മധുവിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളും അതേസമയം നമുക്കൊരു സ്പിരിച്വൽ ഗൈഡായിട്ടുമുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അത് സൂര്യനാരായണ സ്വാമിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. പലപ്പോഴും ടോപ്പ് സിംഗർ ഫ്ലോറിൽ വരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതെ. ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഇന്ന് ആകസ്മികമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാമിക്ക് ഒരു വലിയൊരു നമസ്കാരം. നമസ്കാരം സ്വാമി. എനിക്കൊരു 30 വർഷത്തോളം പരിചയമുണ്ട് സ്വാമിയായിട്ട്. ഈ ഫീൽഡിൽ വളർന്നു വരുന്ന സമയം മുതലേ പരിചയമാണ്. അപ്പോൾ അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ ഒരു വഴികാട്ടി, സ്പിരിച്വൽ ലൈനിൽ പല ഉപദേശങ്ങളും എല്ലാം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാഷായ വസ്ത്രമൊന്നും ധരിക്കാത്ത ഒരു സ്വാമിയാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം സ്വാമി ഇവിടെ ഈ വേദിയിൽ വന്നതിൽ. അദ്ദേഹം ചോറ്റാനിക്കരയിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വരെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്, ഞങ്ങളെ കണ്ടിട്ട് പോകാൻ. സ്വാമിയുടെ പേര് സൂര്യനാരായണ സ്വാമി. സ്വാമി എന്തെങ്കിലും ഇവിടെ ഈ വേദിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ എങ്കിൽ എന്തെങ്കിലും? ഈ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം തുടരെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളുടെ പ്രോഗ്രാം വളരെ ഭംഗിയായി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് നേരിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പോവാം. താങ്ക് യു വെരി മച്ച്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓ താങ്ക് യു. നമ്മുടെ കുട്ടി പാട്ടുകാരോട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? ഞാൻ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെ, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടായി. ഓ സന്തോഷം. താങ്ക് യു. ഈ കൂടെ വന്നിരിക്കുന്ന അദ്ദേഹം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, ജ്യേഷ്ഠതുല്യനായ മുരളിച്ചേട്ടന്റെ മകനാണ്. പേരെന്ന് മിഥുൻ. പേര് മിഥുൻ. അദ്ദേഹത്തിന്റെ വൈഫാണ് കൂടെ ഇരിക്കുന്നത്, ആതിര. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് വിളിക്കാൻ പോകുന്നത് നമ്മുടെ ജിതക്കുട്ടിയാണ്. ജിതക്കുട്ടി ഒരു ഡെഡിക്കേഷൻ റൗണ്ടുമായിട്ടാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ജിത. ഹായ്. എവിടെയായിരുന്നു? ഞാനൊരു പോക്ക് പോയേക്കണായിരുന്നു, കുറച്ച് യാത്രയായിരുന്നു. ഈ ഉടുപ്പ് കൊള്ളാട്ടാ, താങ്ക് യു. നല്ല കളറാണത്. എനിക്ക് തനുജ മാം എന്ന് പറഞ്ഞ എനിക്ക് തനുജ മാമോ? ആഹാ. എവിടെയാ? ഗിഫ്റ്റ് ചെയ്തതാണ്. അടുത്തുള്ള വീട്ടിലെയാ? അല്ല, തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൽ. ആണോ? പക്ഷെ എന്താ നന്നായിട്ട് നല്ല കളറ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. യെസ്. അപ്പൊ തനുജ മാമിനാണോ ഡെഡിക്കേഷൻ ഇന്ന്? അല്ല, ഇത് രമൺ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർക്കാണ്. രമണി ടീച്ചറാ? ഓക്കെ. ടീച്ചർ വന്നിട്ടുണ്ടോ? ടീച്ചർ മരിച്ചു. ആണോ? അയ്യോ. അപ്പൊ ആ ടീച്ചർക്ക് വേണ്ടിട്ടാണ് അല്ലേ? ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടത് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തില് വെച്ചിട്ടാണ്. അവിടെ ഒരു പരിപാടിക്ക് എനിക്ക് പാടാൻ വേണ്ടിട്ട് ഒരു അവസരം കിട്ടി. ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്റെ. കലോത്സവങ്ങൾക്ക് ഞാൻ പാടിയിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. അപ്പോൾ അന്ന് എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ടീച്ചർ. ടോപ്പ് സിംഗറിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളും കൂടിയാണ്, ഒരുപാട് ആഗ്രഹിച്ചവരിൽ ഒരാളും കൂടിയാണ് ടീച്ചർ. എത്ര നാളായി ടീച്ചർ പോയിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ. ടീച്ചറായിട്ട് ഭയങ്കര അടുപ്പാണ് ഞാൻ. ഈ ടോപ്പ് സിംഗറിന്റെ ഓരോ ഓഡീഷൻസിന്റെ വീഡിയോസ് വരുമ്പോഴും അപ്പ അയച്ചു തന്നിട്ട് മോള് പങ്കെടുക്കണം, എന്തായാലും കിട്ടും എന്ന് പറയും. എന്നിട്ട് എങ്ങാനും ഒരു സീസണിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും കിട്ടും. അതെ അതെ, അതുപോലെ അത്രയും സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ശബ്ദം ശ്രദ്ധിക്കണം, ഞങ്ങാനും ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മാക്കുപ്പാക്ക് എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ടീച്ചർക്കും ടെൻഷൻ ആയിരിക്കും. എന്നിട്ട് അതിന്റെ റെമഡീസ് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ സീസൺ 5 ഓഡീഷൻ പ്രിപ്പറേഷൻസ് വരെ ഉണ്ടായിരുന്നു ടീച്ചർ. സീസൺ 6 എനിക്ക് കിട്ടിയപ്പോ അത് കാണാനായിട്ട് ടീച്ചറില്ല. എവിടെയെങ്കിലും ടീച്ചർ ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും. ജിതയുടെ ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതെ. അപ്പൊ ടീച്ചറിന് അത് മനസ്സിലായി എന്നുള്ളതാണ്.
അപ്പോൾ ആ ടീച്ചറുടെ ഓർമ്മകൾക്ക് വലിയൊരു നമസ്കാരമാണ് നമ്മൾ. തീർച്ചയായിട്ടും അതെ. അതെ. തീർച്ചയായിട്ടും. ടീച്ചറുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അതെ ഇവിടെ. അതെ വന്നിട്ടുണ്ട്. ഏതാ? ഭാസ്കരൻ അങ്കിൾ. അങ്കിള് എന്താ അങ്കിളുടെ നമസ്കാരം. പേര്? ഭാസ്കരൻ അങ്കിൾ. ഭാസ്കരനങ്ങൾ. നമസ്കാരം. നമസ്കാരം അതുപോലെ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് ഉള്ള എല്ലാവർക്കും. ഓ ഇവരെയൊക്കെയല്ലേ ഫോട്ടോയിൽ ഇപ്പൊ കണ്ടത്? അതെ, അതെ. 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 വെൽക്കം വെൽക്കം വെൽക്കം. അവരെല്ലാരും ടോപ്പ് സിംഗറിന്റെ സ്ഥിരം പ്രേക്ഷകരാണെന്ന് അതെ, അതെ. തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ? മാനത്തെ മാരിക്കുറുമ്പേ. ആ. ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ടാണിത്. ഓക്കെ ഓക്കെ. ടീച്ചർക്ക് മാത്രമല്ല എനിക്കും ഇത് ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ജിതയ്ക്ക് അതിനകത്ത് എന്തോ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജിത വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയാണ് എന്തോ ഒരു സംഭവം എടുത്തുകൊണ്ടാണ് വരാൻ പോണേ. അതെ, സ്പെഷ്യൽ ആണെന്ന് അറിയാം. അപ്പൊ ആ ശബ്ദത്തിന്റെ ടെക്സ്ചർ ഒക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സൂപ്പർ ആയിരിക്കും. വാണിയമ്മ പാടിയ പാട്ടല്ലേ? അതെ അതെ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. മ്യൂസിക് ഗോപി സുന്ദർ സാർ, ലിറിക്സ് മുരുകൻ കാട്ടാക്കട സാർ, പാടിയത് വാണിയമ്മ, ഫിലിം പുലിമുരുകൻ, വർഷം 2016. അപ്പൊ ജിതക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മാനത്തെ
ചെല്ലപ്പുള്ളേ രാരേ 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 രം രാരോ രാരേ 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 രം രാരോ വെരി നൈസ് ഗീത. നമുക്ക് ഭാസ്കരൻ അങ്കിളുടെ അടുത്ത് ആദ്യം ചോദിക്കാം അല്ലേ? ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ അങ്കിളുടെ അടുത്ത് ആദ്യം ചോദിക്കാം അല്ലേ? അങ്കിളുടെ ഇഷ്ടപ്പെട്ടോ പാട്ട്? പാട്ട് അങ്കിളിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി. സന്തോഷായോ? സന്തോഷായി. സന്തോഷായി. അല്പം നെർവസ് ആയി പോയി. സാരമില്ല, സന്തോഷം കൊണ്ടല്ലേ. ജിതക്കുട്ടി പാട്ട് പാടി അങ്കിളിനും ടീച്ചറിനും ഒക്കെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ? പോൾ അങ്കിളിന് എന്താ പറയാനുള്ളത്? 7 വർഷങ്ങൾക്ക് മുൻപാണ് ജിതക്കുട്ടിയെ ജഷീറയും ഫൈസലും കൂടി കയ്യെപ്പിടിച്ച് ഓണം പാർക്കിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഓണം പാർക്കിൻ്റെ ബേബിയായിട്ട് ആ സ്റ്റേജിൽ എല്ലാ ഞായറാഴ്ചകളിലും ജിതയുടെ ഗാനമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കൂടെ ഉള്ളതിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണിസാറ് ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജിതയ്ക്ക് വേണ്ട ശിക്ഷണവും നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജിതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ ഫ്ലവർ ചാനലിൻ്റെ ഈ വലിയ സംരംഭത്തിന് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഉണ്ട്. MJ അങ്കിളെ, ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഒരു ലംപ് ഇൻ ദ ത്രോട്ടാണ്. നമുക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പാട്ട് നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകും. കാരണം അതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ആ സിനിമയും കൂടെ ഓർക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും, യുനോ. അപ്പോൾ ഈ പാട്ട് ഈസ് എ ഗ്രേറ്റ് സോങ് ബൈ ഗോപി സുന്ദർ. അതെ അതെ, റിയലി ഗ്രേറ്റ് സോങ്. അതാണ് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അത് ഈ പാട്ടിൽ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ ജിതയുടെ സെലക്ഷൻ ഓൺ ദ ഡോട്ടാണ്. ജിത വളരെ നന്നായിട്ട് പാടി. ഒരുപാട് ഇടങ്ങളിൽ അങ്കിളിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്കിൾ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ചെസ്റ്റ് വോയിസ് ഈ ഇതിൽ ഫുള്ളായിട്ട് ജിതയുടെ വോയിസിൽ ചെസ്റ്റ് വോയിസ് വന്നാൽ ഈ പാട്ട് വേറൊരു തലത്തിലും കൂടെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വാണിയമ്മ പാടിയിരിക്കുന്ന ഒരിക്കലും ചെസ് വോയിസിലല്ല, ബട്ട് ജിതയുടെ വേർഷൻ ഓഫ് ഇറ്റ് അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജിതയ്ക്ക് അങ്ങനെ ചെസ് വോയിസിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ഹൈ നോട്ട്സിൽ വരുമ്പോഴും ആ വൈബ്രേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. അത് ഈസി അല്ല, യുനോ. പതുക്കെ നമ്മൾ ഹെഡ് വോയിസിലോട്ട് ഷിഫ്റ്റ് ആവും, മേളിലോട്ട് ഉള്ള പോർഷൻസിലൊക്കെ. അത് ഷിഫ്റ്റ് ആവാതെ നമ്മൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ കൺസിസ്റ്റൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെസ് വോയിസ് വിൽ വർക്ക് വണ്ടേഴ്സ് ഫോർ യു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. രാരീ 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 രം രാരോ രാരീ 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 രം രാരോ. അത് പിന്നെയും വന്നിട്ട് ആ പുല്ലാങ്കുഴലില് മകനെ നന്നായിട്ട് വായിച്ചു. ഹരിക്കുട്ടൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രുതി ഒന്ന് ഫ്ലാറ്റ് ആവാനായിട്ടുള്ള ഒരു ടെൻഡിങ് ടു ബി ഫ്ലാറ്റ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പാട്ടിന് മാത്രമല്ല മറ്റ് പല പാട്ടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ ശ്രുതി താളം ലയം എന്നൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. അപ്പൊ അത് മാറ്റം വരണം, അതിന് മാറ്റം വരണം. അതിനനുസരിച്ചുള്ള സോങ് സെലക്ഷൻ വേണം. ദിസ് വാസ് എ വെരി ഗുഡ് സോങ് സെലക്ഷൻ കേട്ടോ. ജിതക്കുട്ടി, എന്തായാലും ജിതക്കുട്ടിക്ക് വളരെ മാച്ച് ചെയ്യുന്ന പാട്ടാണ് ജിതക്കുട്ടി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പാടിയത്. എനിക്കും വളരെ ഗോപി ചെയ്ത പാട്ടുകളിൽ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. പ്രത്യേകിച്ച് വാണിയമ്മ അവസാനമായിട്ട് മലയാളത്തിൽ പാടിയ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാണിയമ്മ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദീപാവലിയുടെ സദ്യ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ കേൾക്കുന്നു വാണിയമ്മ മരിച്ചു എന്ന്. അപ്പോൾ എനിക്കും വാണിയമ്മയുടെ കൂടെ കുറേ വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വാണിയമ്മയ്ക്ക് എന്നോടും വളരെ ഇഷ്ടമായിരുന്നു, നല്ലൊരു വാത്സല്യമായിരുന്നു എന്നോട്. അപ്പോൾ എന്തായാലും വാണിയമ്മ പാടിയൊരു പാട്ടാണ് ഇപ്പോൾ ഇവിടെ പാടിയത്. എനിക്കും ഇന്ന് തോന്നിയത് ഈ പറഞ്ഞ കാര്യമാണ്. കുറച്ച് ജിതയുടേതായിട്ടുള്ള രീതിയിൽ ഇത് പാടണം എന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ കേട്ട് അതിങ്ങനെ തഴമ്പിച്ചു, അതായത് മനസ്സിലേക്ക് അങ്ങനെ പതിച്ചു. വാണിയമ്മ പാടിയത് കേട്ട് അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറി ജിതയുടെ സ്റ്റൈലിൽ. ഇത് ജിതയുടെ സ്റ്റൈലിൽ തന്നെ പാടിയാലാണ്, ജിതയുടേതായിട്ടുള്ള രീതിയിൽ പാടിയാലാണ് നമുക്ക് എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
എന്ന് എനിക്ക് തോന്നി. ചെസ്റ്റ് വോയിസ് അത് അതിൽ പാടണമെന്ന് എനിക്കും തോന്നി. പിന്നെ ശ്രുതിയായിരുന്നു ഇന്ന് കുറച്ച് ഒരു എതിരാളിയായിട്ട് നിന്നത്. പല സ്ഥലങ്ങളിലും വാവുറങ്ങാരോ സസ്റ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം. അതുപോലെ തന്നെ കണ്ണു ജിമ്മും താരകമായി ദൂരെ അനുപല്ലിയുടെ ലാസ്റ്റ് ലൈൻ അല്ലേ, അവിടെയും കുറച്ച് പിച്ച് പ്രോബ്ലം. പുഞ്ചിരിക്ക് കണ്ണേ അമ്മയുണ്ട് ലാസ്റ്റ് പല്ലവിയിലും ഈ ഉറങ്ങാരോ അത് പിച്ച്. ഇത് ഈ പിച്ച് പ്രോബ്ലമാണ് എനിക്ക് കൂടുതലായിട്ടും തോന്നിയത്. ആ ഫീലൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് മാക്സിമം. അതുപോലെ തന്നെ ഫീലൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ സംഗീതത്തിൻ്റെ രീതി ഈ ഫീൽഡിലും ഇതൊക്കെ വലിയൊരാളാവാം. ഓക്കെ, ഇതിൽ പോകാനാ താല്പര്യം? സംഗീതത്തിലാണോ? ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്നാ അങ്ങനെ ആ ആഗ്രഹം സഫലീകരിക്കട്ടെ. ഓക്കെ, അതുപോലെ അപ്പൊ ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയും നന്നായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. നന്നായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജിതക്കുട്ടി, പിന്നെ ജിതയുടെ വേർഷനിൽ പാടണം എന്ന് പറഞ്ഞില്ല, അതിന്റെ ഒരു രസമുള്ള ഒരു കാര്യം പറയേ. അതൊരു പ്രോസസ്സായിട്ട് ഡിസ്കവർ ചെയ്യേണ്ട കാര്യമാണ്. ചിലർക്ക് എന്ന് പറഞ്ഞാല് നാച്ചുറലി അത് ഇത് ഞങ്ങൾ ഈ ഇത് രീതിയിൽ പാടിക്കഴിഞ്ഞാൽ നാച്ചുറലി പറയാൻ പറ്റും ദിസ് ഇസ് മൈ ബെസ്റ്റ്. പക്ഷെ ജിതയുടെ കേസിൽ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ജിത. യു ക്യാൻ സിങ് മെലഡീസ്, യു ക്യാൻ സിങ് ഫോക്ക്, ഇനി ഒരു കർണാട്ടിക് പഠിക്കുകയാണെങ്കിൽ അതിലും ചെയ്യാൻ പറ്റും. അപ്പൊ ജിത ഇപ്പോഴും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഞാൻ ഈ ഉറക്കേണ്ടത് എന്നുള്ളൊരു സെർച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണ. അത് ഭയങ്കര രസമാണ്. കാരണം അതൊരു എന്താ പറയാ, ആസ് എ മ്യൂസിഷ്യൻ യു ആർ സെർച്ചിങ് ഫോർ യുവർ സെൽഫ്. അതായത് ജിതയുടെ ഉള്ളിൽ ജിതേനെ തന്നെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് കേട്ടോ. അത് ഇങ്ങനത്തെ വേദികളിൽ വരുമ്പം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പോലത്തെ വേദികളിൽ വരുമ്പം എന്താ പറയാ, ഈ തേടല് ഫൈൻഡിങ്സ് കുറച്ചും കൂടെ വേഗം നമുക്ക് മനസ്സിലാവുന്നു തോന്നുന്നു. ഗ്രൂമേഴ്സിന്റെ ഹെൽപ്പോടുകൂടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പാടുമ്പം, അല്ലെങ്കിൽ ഡ്യുവറ്റ് വരുമ്പോഴത്തേക്കൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് ജിത എന്താണെന്ന് ജിതക്ക് തന്നെ മനസ്സിലാവട്ടെ എന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്. എൻജോയ് ഇറ്റ്, ഹാവ് ഫൺ വിത്ത് ഇറ്റ്. എല്ലാ തരം പാട്ടുകളും പാടി നോക്കുക, പക്ഷെ ജിതയുടെ ആയിട്ടുള്ള രീതിയിലും കൂടെ അത് പാടി നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഒരു ഗ്രേറ്റ് പോയറ്റുമാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനൂടെ ഞാനും പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. അദ്ദേഹം എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഭയങ്കര ഇഷ്ടമാണ്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. കേട്ടില്ലേ? അതാണ് മുരുകന് മാത്രമേ അങ്ങനെ പാടാൻ പറ്റൂ. മുരുകൻ ചേട്ടനാണ്, ഞാൻ മുരുകൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ അത് പാടാൻ പറ്റുള്ളൂ. അങ്ങനെ പാടാൻ പറ്റൂ. വേറെ ലോകത്താർക്കും അതുപോലെ പാടാൻ പറ്റൂല. എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനേ പറ്റൂ. അതാണ് മുരുകൻജിയുടെ ഒരു വലിയൊരു വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സോങ് ആണ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അതുകൊണ്ട് ഈ പാട്ടെടുത്തതിൽ ഈ സ്നേഹം കൂടി ഉണ്ട് കേട്ടോ. സോ ജിതക്കുട്ടി going to be awarded 97.25 on 100. Thank you so much. ജിതക്കുട്ടി ഹാപ്പി അല്ലേ? കൂടെ വന്ന എല്ലാരും ഹാപ്പി അല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി ഇടയ്ക്ക് വരണം കേട്ടോ ജിതക്കുട്ടിയുടെ കൂടെ. ഓക്കെ, ടീച്ചറും ഉറപ്പായിട്ടും ഹാപ്പി ആയിരിക്കും. ജിതക്കുട്ടിക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്ത പാട്ടുകൾ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ. Good night. എം ജെ അങ്കിളെ, ഇനി നമ്മളൊരു മെലഡി റൗണ്ടിലോട്ട് പോവാണ്. ഒരു നല്ല മെലഡി പെർഫോമൻസ് കാണാൻ തോന്നുന്നില്ലേ? നമ്മുടെ ജഗത് കുട്ടനാണ് വരുന്നത്. വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ജഗത് ഓൺ സ്റ്റേജ്. ഹലോ, ഹു ഈസ് ദിസ് സ്മാർട്ട് ബോയ്? യെസ്, നല്ല കോമ്പിനേഷൻ ആണല്ലോ. ബ്ലാക്ക് ഷർട്ടും അതെ മറ്റേ കാക്കി കളറും. ഈ ഡ്രസ്സും എനിക്ക് ഷീജ ടീച്ചർ വാങ്ങിച്ചു തന്നെയാ. ഷീജ ടീച്ചറോ? ഈ ഷൂ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു. ആണോ? പിന്നെ ഒരു വിശേഷം പറയാനുണ്ട്. എന്റെ ഏട്ടന് ഗുരുവായൂര് ചെമ്പൈ സംഗീതോത്സവത്തിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പാട്ടുപാടി ഇറങ്ങി. ഏട്ടനെ കുറെ ആൾക്കാർ കാണാനെല്ലാം വന്ന്. അപ്പൊ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്റെ ഫോട്ടോ എന്നെ തന്നെ കാണിച്ചിട്ട് പറയുന്നത് ഈ കുട്ടി നീയല്ലേ ചോദിച്ചു എന്നോട്. തിരിച്ചറിയുന്നുണ്ട് എല്ലാരും. പിന്നെ എന്റെ ഏട്ടന് ശാസ്ത്രീയ സംഗീതത്തിന് ദേശീയ തലത്തേക്ക് സെലക്ട് ആയിട്ടുണ്ട്. കോളേജിലാണോ? കലോത്സവമല്ല, കലാ ഉത്സവം എന്ന് പറഞ്ഞിട്ട്. കലോത്സവം നാഷണൽ ലെവലിലേക്ക്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വിചാരിച്ചു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആണെന്ന്. അല്ല,
അപ്പൊ ചേട്ടൻ അതൊക്കെ മേലെ. മിടുക്കൻ ചേട്ടൻ. അപ്പം അതെ അതെ. ഏട്ടനാണോ ഈ പാട്ട് പഠിപ്പിച്ചത്? ഇപ്പൊ പാടാൻ പോകുന്നത്? ഏട്ടനും അതെ, ഗ്രൂമേഴ്സും. ഗ്രൂമേഴ്സ്. ഓക്കെ. അപ്പൊ ഏതാണ് പാട്ട്? ഓർമ്മകളോടി കളിക്കുവാൻ. ആഹാ. മുറ്റത്തെ ചക്കരമാവ്. എം ജി അണ്ണൻ. അതെ, എം ജി ആണ്. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ്? മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ, സിനിമ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, വർഷം 1988. വെരി ഗുഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. വിളിക്കുന്നു. ആ ഒരു slang എനിക്ക് ഇഷ്ടാണ് കേട്ടോ. അത് അവിടുത്തെ അല്ലേ? മലബാർ. കണ്ണൂർ. അപ്പൊ പാടിക്കോട്ടെ. ഓക്കെ, പാടാം. ഗംഭീരാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെങ്ങോ പാടിയ പഴയൊര പാട്ടിന്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.
വെരി ഗുഡ് മോനെ. മിടുക്കൻ മിടുക്കൻ. താങ്ക് യു സാർ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു നിന്റെ ആദ്യത്തെ പെർഫോമൻസ്. അന്ന് ഏത് പാട്ടായിരുന്നു പാടിയിരുന്നത്? നീൾമിഴിപ്പീലി. അന്ന് മധു പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ജേണി അല്ലേ? അതെ അതെ. ഇപ്പൊ ഒരു 11-12 പെർഫോമൻസ് ആയിട്ടുണ്ട്. 10. 10. ഇത് 10ാമത്തെ ആണോ? 10ാമത്തെ. 10ാമത്തെ. 10ലായപ്പോഴത്തേക്കും ഭയങ്കര പ്രോഗ്രസ്സാ. താങ്ക് യു സാർ. ശ്രുതി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ പലരോടും ഞാൻ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ തന്നെ എപ്പോഴും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ നീ ശ്രുതി വളരെയധികം ശ്രദ്ധിച്ചു. അവസാനം വന്ന് നിന്നത്. അതെ, താങ്ക് യു സാർ. ശ്രുതി ചേരുമ്പോ എന്തൊരു സുഖാണെന്നറിയാം. യുവർ ഹോം, നമ്മൾ വീട്ടിലെത്തിയ പോലെയാണ്. അപ്പോ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ സാർ. എനിക്ക് സംശയം തോന്നിയ കാര്യങ്ങൾ. ഓക്കെ. നിന്നെ അണിയിക്കാൻ ആ നോട്ട് തുടങ്ങിയത് കറക്റ്റായിട്ട് ആ ദായിലെത്തിയോ എന്നൊരു സംശയം ഉണ്ട്. രണ്ടാമത്തെ കറക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ കറക്റ്റ് ആയിരുന്നു. അത് പാടിയിട്ട് രണ്ടാമത് നിന്നെ ഇപ്പൊ മധുചേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിരുന്നു. അവിടെ കറക്റ്റ് ആണ്. പിന്നെ നീ വരുവോളം, നീ വരൂ, വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു എന്റെ ഹൃത്തിലെടുത്തു വച്ചു. അതൊക്കെ ഞാൻ ഹൃത്തിലെടുത്തു വെച്ചു. ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടേ. ഓക്കെ, നീ എടുത്തു വെക്കാത്ത വേറെ ചില കാര്യങ്ങൾ പറയാം. മാമ്പു, മാധവം മാഞ്ഞു പോയി മാമ്പൂ കൊഴിഞ്ഞു. ഈ മാമ്പൂല് എന്താ മാമ്പൂ എന്ന് കാണിക്കാൻ? അത് മാമ്പൂ കൊഴിഞ്ഞു, മാമ്പൂ കൊഴിഞ്ഞു, മാമ്പൂ ഇത്ര മതി. മാമ്പൂ കൊഴിഞ്ഞു പോയി പാവം 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 പൂങ്കുയിൽ മാത്രമായി. ഓക്കെ, പൂങ്കുയിലൊക്കെ നന്നായിട്ടുണ്ടേ. ഇനി എടുത്തു വെക്കാത്ത വേറെണ്ണം, ഇവിടെ വെക്കാത്ത വേറൊരു. പണ്ടെന്നോ പണ്ടെങ്ങോ പാടിയ, അത് താരിരി. പണ്ടെങ്ങോ പാടിയ പഴയൊര പാട്ടിന്റെ ഈണം മറന്നു പോയി. അടുത്ത ലൈൻ അവൻ പാടാൻ മറന്നു പോയി. അത് ഒറിജിനൽ പാടിയപ്പോഴത്തേക്കും കൊള്ളായിരുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ആണ്. രണ്ടാമത് ചില ഡീറ്റെയിൽസ് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറിയ ശ്രുതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ ശ്രുതിയിൽ നീ ശ്രദ്ധിച്ചു, അതാണ് രണ്ടാമത്തെ ഹൈലൈറ്റ്. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ കിഷോര ചന്ദ്രശേഖരന് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതുണ്ട്. അത് വലിയൊരു കൈയടി കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ നന്നായി വരട്ടെ എന്റെ മകനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജഗത്കുട്ടാ, എന്തോ എന്തൊരു പ്രോഗ്രസ് ആണ് ഇപ്പൊ പാടുന്നതില്. ഭയങ്കര പ്രൗഡ് ആവുക. കാരണം ആദ്യത്തെ ആ പെർഫോമൻസിൽ ആ പേടിച്ച് മെല്ലെ 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 പാടിക്കൊണ്ടിരുന്ന കുട്ടി ഇപ്പൊ ഇങ്ങനെ നല്ല കൂളായി വന്നിരുന്ന് പാടുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഐ എം സോ ഹാപ്പി. താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കാം, ഭയങ്കര കെയർ ഫ്രീ ആയിട്ടായി പാടുന്നതെന്ന്. പക്ഷെ MJ സാറാ കറക്റ്റ് എന്റെ വേർഡ് പറഞ്ഞു, കോൺഫിഡൻസ്. അതിന് കോൺഫിഡൻസ് എന്നാ പറയാ. ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് ഒരു 10 ഇരട്ടി കൂടിയിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ ജഗത്കുട്ട. താങ്ക് യു. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ, മറ്റേ കണ്ണൂർ സ്ലാങ് വരുന്നുണ്ട് കേട്ടോ പാടുന്നതിന്റെ ഇടക്ക്. മറന്നുപോയി എന്നാ പാടുന്നത്. മറന്നുപോയി എന്ന് തന്നെ പാടാം നമുക്ക്. ഓക്കെ, മറന്നുപോയി നമ്മൾ അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അങ്ങനെ പാടി പോകുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാ റൗണ്ടും ഇതിലും മേപ്പോട്ടുമായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത്കുട്ട എന്തോ നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് എന്റെ വരികള് നല്ല രസമുള്ള വരികളല്ലേ അല്ലേ? അതെ. അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഇവരൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം പറയാനുള്ളത്. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു സാർ. ആദ്യം വന്ന ജഗത് കിഷോറിനേക്കാളും ഇന്നുള്ള ജഗത് കിഷോർ വളരെയധികം മാറിയിരിക്കുന്നു. അന്ന് കുറച്ച് പരിഭ്രമത്തിലും
ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്ന ജഗത് കിഷോർ ഇന്ന് കുറച്ചും കൂടി പൂർണ്ണത കൈവരിച്ചിരിക്കുകയാണ്, വരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ. അതെ, അപ്പൊ ഇന്നിപ്പോ പാടിയതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ MG അങ്കിൾ പറഞ്ഞു തന്നു. എനിക്ക് പറയാൻ, അതുകൂടാതെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ബ്രെത്ത് കൺട്രോൾ കുറച്ചും കൂടി ഉണ്ടാവണം. ലങ് കപ്പാസിറ്റി കൂടുമ്പോഴാണ് നമുക്ക് ആ പാട്ടിലെ വോയിസിന് തന്നെ നല്ല പവർ ഉണ്ടാവുന്നതും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും അതിന് ഫിനിഷിങ് കൊടുക്കാൻ പറ്റുന്നതും നമ്മുടെ ലങ് പവർ പോലെ ഇരിക്കും. ഇപ്പോൾ മോൻ പാടുന്ന അവരുടെ ഹമ്മിങ് തന്നെ പാടിയപ്പോൾ അത് ശ്വാസം എടുത്തിട്ടാണ് അത് പാടിയപ്പോഴത്തേക്കും അതിൻ്റെ എന്നാലും ആ എൻഡ് വന്നപ്പോഴത്തേക്കും എത്താതെ പോയി. അപ്പോൾ അതിന് ഉള്ള പ്രാക്ടീസാണ് ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത്. കൺട്രോൾ. ശബ്ദം പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് ചെറുങ്ങനെ. എനിക്ക് മൂക്കിനൊരു അഡിനോയിഡിന്റെ പ്രശ്നമുണ്ട്. മൂക്കിൽ ആരാ അടിച്ചു? അഡിനോയിഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അപ്പൊ നേരത്തെ ഇപ്പൊ പാടിപ്പിച്ചപ്പോഴേ പണ്ടെങ്ങോ പാടിയ പഴയൊരു പാട്ടിന്റെ ഈണം മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ താഴെ കട്ടായി പോയി വോയിസ്. അതെ, കാറ്റ് വന്നു. അതാ ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, ഓർക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ പോവുക, ആവി പിടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. പല്ല് തേക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് പല്ല് വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ മാർക്ക് തരൂ. എത്ര നേരം തേച്ചു? ഇന്ന് രാവിലെ തേച്ചു. ഇനി ഫുഡ് കഴിച്ചു രാത്രി. ബെഡ് ടൈമിലുണ്ടോ? ഉണ്ടോ? അച്ഛനോട് അമ്മയുടെ ചോദിക്കട്ടെ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ മാർക്ക് തരാം. കുഴപ്പമില്ല, മാർക്ക് തരാം. ഓക്കെ, കുഴപ്പമില്ല. എന്നാ തരൂടാ. നമ്മുടെ ജഗത് കുട്ടൻ going to be awarded 98 on 100 today. താങ്ക് യു സർ. അത് മാത്രമല്ല, നമ്മുടെ ജഗത് കുട്ടനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ആരാ വരണ്ടേ അവിടുന്ന്? ആരായാലും മതി. പറഞ്ഞോ. ആര്യ ചേച്ചി. അപ്പൊ പെർഫോമർ ഓഫ് ദ ഡേ ജഗത് കുട്ടന് റിലീവായിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ ജഗത് കുട്ട, ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് സമയം പോയത് നമ്മൾ ആരും അറിഞ്ഞില്ല. പക്ഷേ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.